ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് കൺജക്ഷനും കുറച്ച് പ്രിപ്പോസിഷനൊക്കെ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ക്രിയേറ്റിംഗ് ആണ്. കേട്ടിട്ട് പേടിയുണ്ടോ? ഇതൊക്കെ സിമ്പിളാണ്. കാര്യം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് കാണുമ്പം നിങ്ങൾക്കും ഈസി ആയിരിക്കും. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. സ്റ്റേറ്റിന് ഞാൻ പറയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരു ലൈക്കും കൂടി കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. നീ ഇല്ലാതെ ഞാൻ പോകില്ല, അവളില്ലാതെ ഞാൻ വരില്ല. ഇങ്ങനെ ഇല്ലാതെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറാണ്. അപ്പൊ ഇല്ലാതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് വിത്തൗട്ട് എന്നുള്ളത്. ഈ വിത്തൗട്ട് ഒരു പ്രിപ്പോസിഷൻ വേർഡാണ് കേട്ടോ. അതായത് നമ്മൾ രണ്ട് സെന്റൻസിനെയും ഒരുമിച്ച് ആക്കാനുള്ള ഒരു വേർഡ്. അപ്പൊ ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ എന്നും കൂടി ഇതിനൊരു മീനിങ് ഉണ്ട്. അപ്പോ നീ ഇല്ലാതെ ഞാൻ പോകില്ല. ഐ വോണ്ട് ഗോ വിത്തൗട്ട് യു. നീ ഇല്ലാതെ എന്നാണ്. അപ്പം ഇല്ലാതെ ഏതിന്റെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് നമ്മൾ പറയുന്നത് നോക്കുക. അപ്പൊ നീ ഇല്ലാതെ ഞാൻ പോകില്ല എന്നാണല്ലോ. ഞാൻ പോകില്ല, ഐ വോണ്ട് ഗോ വിത്തൗട്ട് യു. ഓക്കെ. മീനില്ലാതെ അവൾ ചോറ് കഴിക്കില്ല. അല്ലേ, ചിലർക്കൊക്കെ അങ്ങനെ ഒരു ശീലമുണ്ട്. മീനില്ലാതെ അവൾ ചോറ് കഴിക്കില്ല. ഷീ വോണ്ട് ഈറ്റ് റൈസ് വിത്തൗട്ട് ഫിഷ്. ഷീ വോണ്ട് ഈറ്റ് റൈസ് വിത്തൗട്ട് ഫിഷ്. അല്ലേ, മീനില്ലാതെ എന്നാണ്, അതുകൊണ്ട് വിത്തൗട്ട് ഫിഷ്. ഓക്കെ. നെക്സ്റ്റ്, ഞാനില്ലാതെ അവൻ ഭക്ഷണം കഴിക്കില്ല. അല്ലേ, അങ്ങനെ ചിലർക്കൊരു ശീലം ഉണ്ടാവും, ഞാനില്ലാതെ അവൻ ഭക്ഷണം കഴിക്കില്ല. ഹേ വോണ്ട് ഈറ്റ് ഫുഡ്, അല്ലെങ്കിൽ ഹേ വോണ്ട് ഈറ്റ് എന്ന് മതി കേട്ടോ. ഹേ വോണ്ട് ഈറ്റ് വിത്തൗട്ട് മീ. ഞാൻ എന്നുള്ള സബ്ജക്റ്റ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മീ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ മീയോ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഞങ്ങളില്ലാതെ സാറ് ക്ലാസ് എടുക്കില്ല. അല്ലേ, ഞങ്ങളില്ലാതെ സാറ് ക്ലാസ് എടുക്കില്ല. എങ്ങനെ പറയാ? സർ വോണ്ട് ടേക്ക് ദ ക്ലാസ് വിത്തൗട്ട് അസ്. അല്ലേ, ഞങ്ങളില്ലാതെ എന്നാണ്. സോ വിത്തൗട്ട് അസ്. അപ്പം സാർ വോണ്ട് ടേക്ക് ദ ക്ലാസ് വിത്തൗട്ട് അസ്. ഓക്കെ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. അല്ലേ, ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറയാറുണ്ട്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഐ കാണ്ട് മാനേജ് വിത്തൗട്ട് യു. ഐ കാണ്ട് മാനേജ് വിത്തൗട്ട് യു. ക്ലിയർ ആണല്ലോ. നിങ്ങളില്ലാതെ ഞാൻ ജോലി ചെയ്യില്ല. നിങ്ങളില്ലാതെ ഞാൻ ജോലി ചെയ്യില്ല. എങ്ങനെ പറയാ? താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, പേന ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതിയില്ല. ഇവിടെ പേന ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതിയില്ല എന്നാണ്. ഇവിടെ ഒരു കാരണമാണ് നമ്മൾ പറയുന്നത്. അല്ലെ, പേന ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഓക്കെ. അപ്പോ പേന ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഈ കൊണ്ട് എന്ന് പറയുന്നത് ഒരു കൺജക്ഷൻ വേർഡാണ്. അപ്പോൾ എന്താണ് അതിന്റെ കാരണമാണ്. അപ്പൊ കാരണത്തിന് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? ബിക്കോസ് ആണല്ലോ. ഐ ഡിഡ്ന്റ് റൈറ്റ്, ഞാൻ എഴുതിയില്ല. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് എ പെൻ. അല്ലേ, എനിക്കൊരു പേന ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഐ ഡിഡ്ന്റ് റൈറ്റ് ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് എ പെൻ. നീ വരാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. നീ വരാത്തതാണ് ഇവിടുത്തെ കാരണം. നീ വരാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഐ ഡിഡ്ന്റ് സ്ലീപ്പ്. ഇവിടൊക്കെ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഡിഡിൻ എന്ന് യൂസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ വരാനുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? വോണ്ട് യൂസ് ചെയ്തു. ഓക്കെ. ഐ ഡിഡ്ന്റ് സ്ലീപ്പ് ബിക്കോസ് യു ഡിഡ്ന്റ് കം. നീ വരാത്തത് കൊണ്ടാണ് അല്ലേ ഞാൻ ഉറങ്ങാത്തത്. അപ്പം ഐ ഡിഡ്ന്റ് സ്ലീപ്പ് ബിക്കോസ് യു ഡിഡ്ന്റ് കം. ഓക്കെ. കറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എങ്ങനെ അറിയാം? ഐ ഡിഡ്ന്റ് ഈറ്റ് ബിക്കോസ് there was no curry. ഐ ഡിഡ്ന്റ് ഈറ്റ് ബിക്കോസ് there was no curry. കറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഓക്കെ. അവൻ പോകാത്തത് കൊണ്ട് സാലറി കിട്ടിയില്ല. അല്ലേ, അവൻ പോകാത്തത് കൊണ്ട് സാലറി കിട്ടിയില്ല. he didn't get his salary. അവന് സാലറി കിട്ടിയില്ല. ബിക്കോസ് he didn't go. he didn't get his salary because he didn't go. ഓക്കെ. ബസ് വൈകിയത് കൊണ്ട് അവൾ വൈകി. ബസ് വൈകിയത് കൊണ്ട് അവൾ വൈകി. ഇവിടെ എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ്? ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ഒന്നുമല്ല,
അതായത് ബസ് വൈകിയത് കൊണ്ട് അവൾ വൈകി എന്നുള്ളതാണ്. ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ 2 ഓക്കെ. സ്കൂൾ കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. സ്കൂൾ കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. ഇവിടെ ശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആഫ്റ്റർ എന്നാണല്ലോ. ഇത് നമ്മൾ സെന്റൻസ് മലയാളത്തിൽ പറയാറുള്ളതാണ്. ഞാൻ വീട്ടിലേക്ക് പോയി എന്തിനു ശേഷം? സ്കൂൾ കഴിഞ്ഞ ശേഷം. ഐ വെന്റ് ഹോം ആഫ്റ്റർ സ്കൂൾ. ഐ വെന്റ് ഹോം ആഫ്റ്റർ സ്കൂൾ. ഭക്ഷണം കഴിച്ച ശേഷം അവൾ എന്നെ വിളിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം അവൾ എന്നെ വിളിച്ചു. അവൾ എന്നെ വിളിച്ചു. ഷീ കോൾഡ് മീ ആഫ്റ്റർ ഡിന്നർ. ഷീ കോൾഡ് മീ ആഫ്റ്റർ ഡിന്നർ. സിമ്പിൾ ആണല്ലോ. സിനിമ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉറങ്ങി. സിനിമ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉറങ്ങി. വി സ്ലപ്റ്റ് ആഫ്റ്റർ ദ മൂവി. വി സ്ലപ്റ്റ് ആഫ്റ്റർ ദ മൂവി. സിനിമ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉറങ്ങി. ഇനി നമ്മൾ പറയുന്നതാണ് ബിഫോർ എന്നുള്ളത്. ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺജക്ഷൻ ഏതാണ്, പ്രിപ്പോസിഷൻ ഏതാണെന്നൊക്കെ ഞാൻ അവസാനം പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. അപ്പോ ബിഫോർ, ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകൂ എന്ന് പറയാറുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകൂ നമ്മൾ ഒരാളോട് പറയാണ്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. അല്ലെ, എന്താണ് നമ്മൾ പറയുന്നത്? അതിന്റെ തൊട്ട് മുമ്പാണ് നമ്മൾ ബിഫോർ, ആഫ്റ്റർ, അതുപോലെ വിത്തൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷേ നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു നടുക്കായിരിക്കും. കാരണം അതൊരു കൺജക്ഷൻ ആണ്. 2 സെന്റൻസുകൾ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ഇതിൽ കൺജക്ഷൻ, ഏതാണ് ഇതിൽ പ്രിപ്പോസിഷൻ നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകൂ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഹോംവർക്ക് തീർക്കൂ. കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഹോംവർക്ക് തീർക്കൂ. ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ പ്ലേയിങ്. അല്ലേ, ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ പ്ലേയിങ്. ഇവിടെ കൈഎൻജി ഫോം ആണ്. കാരണം കഴിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ പ്ലേയിങ്. നീ പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കൂ. നീ പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കൂ. താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന വേർഡ് അതായത് ഈഫ് എന്നുള്ളതാണ്. ഈ ഈഫ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് സെന്റൻസുകളിൽ? ഇപ്പം എങ്കിൽ എന്നാണ് ഈഫിന്റെ മെയിൻ ആയിട്ടുള്ള മീനിങ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് പറയുകയാണെങ്കിലോ, നീ വന്നാൽ ഞാൻ നിന്നെ സഹായിക്കും. നീ വന്നാൽ ഞാൻ നിന്നെ സഹായിക്കും. ഇവിടെ എങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നീ വന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇഫ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. നീ വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കും എന്നാണ്. ഓക്കെ. ഇഫ് യു കം ഐ വിൽ ഹെൽപ്പ് യു. ഇഫ് യു കം ഐ വിൽ ഹെൽപ്പ് യു. നീ വന്നാൽ ഞാൻ നിന്നെ സഹായിക്കും. മഴ പെയ്താൽ ഞങ്ങൾ കളിക്കില്ല. ഇവിടെയും നാൽ എന്നാണ് അല്ലെ. പെയ്താൽ ഞങ്ങൾ കളിക്കില്ല. If it rains we won't play. If it rains we won't play. മഴ പെയ്താൽ ഞങ്ങൾ കളിക്കില്ല. നീ പഠിച്ചാൽ നീ വിജയിക്കും. നീ പഠിച്ചാൽ നീ വിജയിക്കും. അതായത് നീ പഠിച്ചിരുന്നെങ്കിൽ നീ വിജയിക്കും എന്നാണ്. If you study you will pass. If you study you will pass. നേരത്തെ പോയാൽ നിനക്ക് ഡോക്ടറെ കാണാം. നേരത്തെ പോയാൽ നിനക്ക് ഡോക്ടറെ കാണാം. എങ്ങനെ പറയാ? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് വേർഡ് സോ. സോ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് അല്ലെ, പലതരത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്നാണ്. ഞാൻ ക്ഷീണിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോയി. ഞാൻ ക്ഷീണിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോയി. I was tired so I went to bed. I was tired so I went to bed. മഴ പെയ്യുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു. മഴ പെയ്യുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു. It was raining so we stayed home. It was raining so we stayed home. മഴ പെയ്യുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു. അവന് വിശന്നിരുന്നു, അതുകൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചു. അവന് വിശന്നിരുന്നു, അതുകൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചു. He was hungry so he ate food. He was hungry so he ate food. എന്നാൽ ബസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയി. ഇങ്ങനെ പറയാ,
ബസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയി. ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഓരോരോ വേർഡ്സിനും ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പരമാവധി കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, ഇനി അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. എന്റെ കണ്ണട ഇല്ലാതെ എനിക്ക് വായിക്കാൻ കഴിയില്ല. എന്റെ കണ്ണട ഇല്ലാതെ എനിക്ക് വായിക്കാൻ കഴിയില്ല. ഇവിടെ സെന്റൻസ് ഇതാണ്. ഐ കാൺ റീഡ് ഡേഷ് മൈ ഗ്ലാസസ് വിത്തൗട്ട്, ബിക്കോസ്, ആഫ്റ്റർ. ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിത്തൗട്ട്, അതുപോലെ ബിക്കോസ്, ആഫ്റ്റർ, ബിഫോർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതില് പ്രിപ്പോസിഷൻ ഏത്, നമ്മൾ ഈ പറഞ്ഞതിലെ പ്രിപ്പോസിഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട്, ആഫ്റ്റർ, അതുപോലെ തന്നെ ബിഫോർ. ഇവ മൂന്നുമാണ് ഇവയില് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ആയാലും കൺജക്ഷൻ ആയാലും ഒക്കെ ഓരോരോ സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുക എന്നതാണ് കേട്ടോ അവരുടെ ദൗത്യം. ഇനി ഇതിൽ കൺജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോ, അതുപോലെ ഇഫ്, ബിക്കോസ് ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത് കൺജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ഇനിയും ഉണ്ട്, നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഓരോരോ സെന്റൻസുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് കൺജക്ഷൻ, പ്രിപ്പോസിഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ്. നമ്മൾ പറഞ്ഞ ഈ സെന്റൻസുകളൊക്കെ എന്താണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ളതാണല്ലോ. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഒരു കാര്യം ഇല്ലാതെ അല്ലെങ്കിൽ കൂടാതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് യൂസ് ചെയ്യും. സംഭവം കൊണ്ട് നമ്മൾ ഇന്നത് ചെയ്തില്ല ഇങ്ങനെ പറയും ബിക്കോസ് യൂസ് ചെയ്യും. അതുപോലെ ആയതിനാൽ അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഇഫ് യൂസ് ചെയ്യും. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെയിലി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ ഞാൻ തന്ന സെന്റൻസുകളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.